ഞങ്ങളത് വയനാട്ടിലേക്ക് പോകുക കേട്ടോ. കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. തനിക്കുട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ അമ്മയുണ്ട്. അമ്മ വയനാട്ടിലേക്കല്ല, ചേച്ചീന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അമ്മേന്റെ കുറച്ച് ഹെയർ ഓയിലിന് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീൻ്റെ അടുത്തേക്ക് അത് കൊണ്ടുപോകാൻ വേണം. അപ്പൊ അങ്ങനെ അമ്മേനെ അവിടെ ഇറക്കുകയും വേണം. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. രാവിലെ തന്നെ ഒരു മഴയുള്ള കാലാവസ്ഥയാണ്. പോണ വഴിക്ക് എന്താകുമെന്ന് അറിയില്ല. പമ്പിലെത്തി വണ്ടിക്ക് എണ്ണയൊക്കെ അടിച്ച് പിന്നെ നമ്മുടെ ടയറിലെ കാറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടോ ഞങ്ങൾ പിന്നെ പോയത്. അങ്ങനെ ചേച്ചീന്റെ അവിടെ എത്തി ഞങ്ങൾ അമ്മേനെ ഇറക്കിട്ടോ. പോകാൻ നേരത്തെ ചേച്ചി അതിനകത്തേയും കൂടെ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പോണ വഴിക്ക് പെരും മഴയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിയാണ്. കുറച്ചും കണ്ടെത്തിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിലോ ഭയങ്കര പേടിയാണ്. വയനാട്ടിലേക്ക് പോകണത് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി പോകുക കേട്ടോ. തനിക്കുട്ടീനെയും കൊണ്ട് പുറത്തോട്ട് ഒരുപാട് ദിവസമായി. ഞങ്ങൾ ഇങ്ങനെ മൂന്നുപേരും കൂടെ പോയിട്ട് എത്രയോ നാളായി. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഏകദേശം സമയം ഉച്ചയായി. എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് മേലേക്ക് കയറാന്ന് വിചാരിച്ചു ഞങ്ങളത് അടിവാരത്ത് ഇറങ്ങി. തനിക്കുട്ടിക്ക് അവിടെ എത്തിയപ്പോഴേക്കും കോലുമുട്ടായി കിട്ടി. അങ്ങനെ ഞങ്ങളത് ഓർഡർ ചെയ്ത് ബിരിയാണി ആയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ ഒന്നും കഴിക്കാണ്ട് വന്നതല്ലേ. അങ്ങനെ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളത് നേരെ തിരിച്ച് അവിടുന്ന് പോരുകയും ചെയ്തു. അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.